ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് 2 തരത്തിലുള്ള കഞ്ഞിയാണ് അല്ലേ. ഔഷധക്കഞ്ഞി അല്ലെങ്കിൽ കർക്കിടകക്കഞ്ഞി എന്ന് പറയും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ തന്നെ ക്ലിനിക്കിലെ കഞ്ഞിക്കിറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കിറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. 7 പാക്കറ്റ് ഞവര അരിയാണ്. അപ്പോൾ ഈ ഞവര അരി എന്ന് പറയുന്നത് ഓരോ ദിവസത്തേക്കുള്ള ഓരോ പാക്കറ്റുകളാണ്. അതായത് ഒരു ഫാമിലിയിൽ 4 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് എടുത്ത് നമുക്ക് 4 പേർക്കായിട്ട് കുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രാത്രി ഡിന്നറിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യേണ്ടത് എപ്പോഴും. അപ്പോൾ നമുക്കറിയാം ഡിന്നർ എന്ന് പറയുമ്പോൾ നമ്മൾ ലൈറ്റായിട്ട് കഴിക്കുള്ളൂ. ഒരു ബൗള് കർക്കിടകക്കഞ്ഞി അത്രയും മതി കേട്ടോ. പിന്നെ ഇതിലുള്ളത് ഒരു കക്കുംകായാണ്. പിന്നെ ഇതിൽ പച്ചമരുന്ന് ചൂർണവും അതുപോലെ തന്നെ വേറൊരു പൊടിമരുന്നും കൂടി ഉണ്ട്. അപ്പോൾ ഈ പച്ചമരുന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പല രീതിയിലുള്ള ഇലകൾ പറിച്ചാണ് കർക്കിടകക്കഞ്ഞിയിൽ ഇടാറ്. അപ്പോൾ ഈ ഇലകളൊക്കെ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മളിതെല്ലാം വാങ്ങിച്ച് ഉണക്കി പൊടിച്ച ഒരു പൊടിയാണിത് കേട്ടോ. ഇനി ഇതാണ് നമ്മുടെ കക്കുംകായ എന്ന് പറയുന്നത്. ഈ കക്കുംകായും കൂടെ കർക്കിടകക്കഞ്ഞിയിൽ ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ അമ്മിയിലിട്ട് കക്കുംകായ ഇങ്ങനെ തല്ലി പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ഉൾക്കാമ്പുണ്ടല്ലോ, ആ ഉൾക്കാമ്പെടുത്തിട്ട് വെള്ളത്തിൽ കുതിർക്കാനിടാം. ഒരു 2-3 മണിക്കൂർ മതിയാവും. അതിനുള്ളിൽ അത് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് മാറും. അതിനുശേഷം നമുക്ക് കഞ്ഞിക്ക് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞവരരിയും പിന്നെ അതുപോലെ തന്നെ ഉലുവയും അതുപോലെ തന്നെ നമ്മുടെ ഈ കക്കുംകായയും ആശാളിയും ഒക്കെ ഇതുപോലെ കുതിർക്കാനായിട്ട് വെക്കാം. എന്നിട്ട് വൈകിട്ടാകുമ്പോഴാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഉലുവ എന്ന് പറയുന്നത് ഒരൊറ്റ പാക്കറ്റേ ഉള്ളൂ. അതുപോലെ തന്നെ പച്ചമരുന്നും ഈ ആശാളിയൊക്കെ ഒരൊറ്റ പാക്കറ്റേ ഉള്ളൂ. അപ്പോൾ അത് 7 ദിവസത്തേക്കുള്ളത് ഡിവൈഡ് ചെയ്ത് അതിൽ ഒരു ഭാഗം എടുത്തിട്ടാണ് നമ്മൾ കുതിർക്കാനായിട്ട് വെക്കുന്നത്. കക്കുംകായ നമുക്ക് എല്ലാം എടുത്ത് കുതിർത്തി വെക്കാം. അതിനുശേഷം ആവശ്യാനുസരണം നമുക്ക് ഓരോ ദിവസത്തേക്കുള്ളത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കറിലേക്ക് വേവിക്കാനായിട്ട് വെക്കാം. ആദ്യം തന്നെ നമ്മുടെ ഞവര അരി ഞാൻ ആദ്യം തന്നെ ക്ലീൻ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ വീണ്ടും ക്ലീൻ ചെയ്യുന്നില്ല. ആ കുതിർക്കാനായിട്ട് വെള്ളം തന്നെയാണ് ഞാൻ വേവിക്കാനായിട്ട് വെക്കുന്നത്. അതിനുശേഷം അതിലേക്ക് ഉലുവ വേവിക്കാനായിട്ട് വെക്കാം. അതിനുശേഷം ആശാളിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് കുക്കറിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 3 വിസിലാകുമ്പോഴത്തേനും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. ഞവരരി കുറച്ചുകൂടെ ഒന്ന് വേവ് വേണ്ടതാണ്. പക്ഷെ നമ്മൾ കുതിർത്ത് ഇട്ടതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല വേവിക്കാൻ. ഒരു 3 വിസിലാവുമ്പോഴത്തേനും നന്നായിട്ട് വേവും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങാപ്പാലാണ്. അത് നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യാം. കുറച്ചധികം ആഡ് ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കക്കുംകായ ഉണ്ടല്ലോ, അത് 7 ഭാഗം ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ചെറിയൊരു പീസ്, അതായത് ഒരു ദിവസത്തേക്കുള്ളത് നമ്മൾ എടുത്തിട്ട് നമ്മുടെ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്ന ആ ഒരു തേങ്ങാപ്പീരയിലേക്ക് മിക്സ് ചെയ്ത് തേങ്ങാപ്പാൽ എടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് പച്ചമരുന്ന് ചൂർണം അതുപോലെ തന്നെ വേറൊരു പൊടിമരുന്നും കൂടി ഉണ്ട്. അപ്പോൾ അതിലെല്ലാ ഔഷധങ്ങളും ചേർന്നിട്ടുണ്ട്. നമുക്ക് പുറത്തുനിന്ന് ഇതിലേക്ക് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പച്ചമരുന്ന് ചൂർണം നമുക്ക് 7 ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിൽ ഒരു ഭാഗം എടുത്തിട്ട് നമുക്ക് ഓരോ ദിവസത്തേക്ക് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ദിവസത്തേക്ക് യൂസ് ചെയ്യേണ്ട ഭാഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് പൊടിമരുന്ന്. ആദ്യം തന്നെ നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക. അതിനുശേഷം പൊടിമരുന്നും അതുപോലെ തന്നെ പച്ചമരുന്ന് ചൂർണം കൂടെ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കുക. വെള്ളം ഒരു ബ്രൗൺ കളറായിട്ട് കിട്ടുമ്പോഴത്തേനും അത് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കട്ടയൊന്നും ആവാതെ നല്ല ബ്രൗൺ കളറായിട്ട് തന്നെ നല്ല ലൂസായിട്ടുള്ള വെള്ളമായിരിക്കും. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ 2 ഗുണമുണ്ട്. നമുക്ക് ഈ ഒരു പച്ചമരുന്നിൻ്റെ പൊടിയുടെ ഒട്ടും സ്മെല്ലോ അല്ലെങ്കിൽ കുത്തോ നമ്മുടെ കഞ്ഞിക്ക് കിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതേ ഗുണങ്ങൾ നമുക്ക് നമ്മുടെ കഞ്ഞിയിൽ കിട്ടുന്നതുമാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് കുറച്ച് നെയ്യ് നമുക്ക് നമ്മുടെ ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് നമ്മുടെ കഞ്ഞിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ ഞവര അരി എന്ന് പറയുന്നത് 4 പേർക്ക് മാക്സിമം കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം അത്താഴം എന്ന് പറയുന്നത് നമ്മൾ വളരെ ലൈറ്റായിട്ടാണ് കഴിക്കേണ്ടത്. പിന്നെ ഇതൊരു ഔഷധക്കഞ്ഞിയും കൂടിയാണ്. അപ്പോൾ ചെറിയൊരു ബൗളിൽ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. കൂടുതൽ കഴിച്ചാലും നമുക്കത് നമ്മുടെ ബോഡിയിൽ എക്സസ് ആയിട്ട് കിടക്കുന്നേ ഉള്ളൂ. നമുക്കെപ്പോഴും മരുന്ന് എന്നുള്ള രീതിയിൽ വേണം ഈ മരുന്ന് കഞ്ഞി കഴിക്കാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഞവര അരി തന്നെ നമ്മുടെ കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞവര അരിക്കുള്ള ഗുണങ്ങൾ വളരെ അധികമാണ്. അപ്പോൾ ആ ഒരു ഗുണം നമ്മുടെ ശരീരത്തിന് ഈ ഒരു കർക്കിടക സമയത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഞവര അരി തന്നെ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഞവര അരിയും ഉലുവയും ആശാളിയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ചീനച്ചട്ടിലേക്ക് ഇടാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ
പച്ചമരുന്നിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, നമ്മൾ ഒരു തെളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തെളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് അധികം കട്ടിയുള്ളൊരു കഞ്ഞിയല്ല ഇത് കിട്ടുന്നത്. വെച്ചാൽ ഞവരരി നമുക്കറിയാം എത്ര വേവിച്ചാലും അതിനൊരു എന്താ പറയുക, ഒരു അങ്ങനെ തന്നെ കട്ടിയോടെ തന്നെ നിൽക്കുന്ന സംഭവമാണ്. പക്ഷേ ടേസ്റ്റ് ഉണ്ട്, നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കഞ്ഞി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കക്കും കായും കൂടെ ചേർത്തിട്ടുള്ള ഈ ഒരു തേങ്ങാപ്പാൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. 1-ാം പാൽ 2-ാം പാലൊന്നുമില്ല, നമുക്ക് തേങ്ങാപ്പാൽ ജസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ കുറുക്കി കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് 1-ാം പാലും 2-ാം പാലൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ള രീതിയിൽ തേങ്ങാപ്പാൽ ജസ്റ്റ് ആഡ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കഞ്ഞി നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒന്നുകൂടെ ഒന്ന് കുറുകിയിട്ടുണ്ട്. അപ്പോൾ കുറുകിയിട്ടുള്ള കഞ്ഞി ആവശ്യമുള്ളവർക്ക് ഒന്നുകൂടെ കുറച്ച് നേരം കൂടെ നമുക്ക് സിമ്മിൽ ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് കുറുകി വരും. അതിനുശേഷം നമ്മൾ നെയ്യിൽ മൊരിയിച്ചെടുത്ത ഉള്ളി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു മരുന്ന് കഞ്ഞിയിൽ ഒരിക്കലും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കില്ല. അതിന് പകരം നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ദുപ്പ് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മരുന്ന് കഞ്ഞിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കുടിക്കുമ്പോൾ ഒരു മരുന്ന് കഞ്ഞിയുടെ ഫീലൊന്നും കിട്ടില്ല. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ഔഷധ ഗുണങ്ങളെല്ലാം ഒത്തിണങ്ങിയിട്ടുള്ളൊരു കഞ്ഞിയാണ്. അതുകൂടാതെ നമ്മുടെ ഈ ഒരു പൊടി മരുന്നിൽ നമ്മൾ പിസ്തയും ബദാമും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗുണങ്ങളും കൂടെ നമുക്കപ്പോൾ ഈ കഞ്ഞിയിൽ കിട്ടും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു രീതിയാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ ശർക്കരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കരിപ്പെട്ടിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര മാക്സിമം അവോയ്ഡ് ചെയ്യുക കേട്ടോ. നമ്മൾ സാധാരണ പായസത്തിനൊക്കെ എടുക്കുന്നത് പോലെ തന്നെ ശർക്കര നന്നായിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്ത് അതിൻ്റെ ഒരു കട്ടകളൊക്കെ കളഞ്ഞ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ മധുരമുള്ള ഒരു കഞ്ഞി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെറുപയറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും കൂടെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് പാകം ചെയ്തെടുക്കാനായിട്ട് ഒരു ചീനിച്ചട്ടി നന്നായിട്ട് ചൂടാക്കി എടുക്കാം. അതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഞവരയും ഉലുവയും അതുപോലെ തന്നെ ആശാളിയും ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ പച്ചമരുന്ന് മിക്സും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഉപ്പിട്ടിട്ടുള്ള, അതായത് ഇന്ദുപ്പിട്ടിട്ടുള്ള ഈ കഞ്ഞി കുടിച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് വേണമെങ്കിൽ ശർക്കരയിൽ ട്രൈ ചെയ്യാം. എല്ലാ ദിവസവും ഒരേ ടേസ്റ്റ് ആകുമ്പോൾ ചിലവർക്ക് ഇഷ്ടാവില്ല. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ഓരോ ദിവസം ഇടവിട്ട് അങ്ങനെ കഴിക്കാവുന്നതാണ് കേട്ടോ. വേവിച്ചെടുത്തതാണെങ്കിലും ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ദിവസത്തേക്കുള്ളൊരു പാക്കറ്റ് 2 രീതിയിലാണ് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ചെറുപയറും ഞവരേരിയും ഉലുവയും ആശാളിയും ഒക്കെ ഒരുമിച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാൻ സെപ്പറേറ്റ് വേവിച്ചെടുത്ത് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കറിയാം, നമുക്ക് മധുരമുള്ള പായസം പോലെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ഏലക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും. ഞാനപ്പോൾ അതുപോലെ കുറച്ച് ഏലക്കപ്പൊടിയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ആഡ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് നമുക്ക് നമ്മുടെ തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങാപ്പാലും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്കത് വാങ്ങി വയ്ക്കാവുന്നതാണ്. അതിനുശേഷം ഇത് ചെറു ചൂടോടെ തന്നെ കഴിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഔഷധക്കഞ്ഞികളൊക്കെ ചെറു ചൂടോടെ കഴിക്കുമ്പോഴത്തേനും നമുക്ക് ശരീരത്തിനും അതുപോലെ തന്നെ വയറിനും നല്ലൊരു സുഖമാണ്. നമുക്ക് ആവശ്യത്തിന് കുറച്ചൊരു ചെറിയൊരു ബൗളിൽ മാത്രം ഇത് കഴിച്ചാൽ മതിയാവും കേട്ടോ. വയറ് നിറയണത് വരെ കഴിക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഔഷധം എന്നുള്ള രീതിക്ക് കഴിക്കുന്നതാണ്. ഇങ്ങനെ വയ്ക്കുന്ന ഔഷധക്കഞ്ഞി 7 ദിവസം കർക്കിടക മാസത്തിലെ ഏതെങ്കിലും ഒരു 7 ദിവസം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു മരുന്ന് കഞ്ഞി കഴിക്കുന്നതിലൂടെ നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ബോഡിയിലെ കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ തന്നെ സന്ധിവാതത്തിനും അങ്ങനെയുള്ള പല രോഗങ്ങൾക്കും ഈ ഒരു ഔഷധ കഞ്ഞിക്കൂട്ട് വളരെ ഇഫക്റ്റീവാണ് കേട്ടോ. അപ്പോൾ ഈ കർക്കിടക സീസണിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ ഇതുപോലുള്ള കഞ്ഞിക്കൂട്ട് പല മാർക്കറ്റുകളിലും അതുപോലെ തന്നെ സ്റ്റോറുകളിലും ലഭ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ലിനിക്കിലും ഭരദ്വാജ ആയുർവേദ ക്ലിനിക്കിലും ഈ ഒരു കഞ്ഞിക്കൂട്ട് ലഭ്യമാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് മുന്നത്തെ ഉള്ള വീഡിയോയിൽ ഞാൻ കർക്കിടകം റിലേറ്റഡ് ആയിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.